ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചെറുപഴം വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചെറുപഴമാണ്. ചെറുപഴം എന്ന് പറയുമ്പോൾ ഞാലിപ്പൂവനോ അല്ലെങ്കിൽ മൈസൂർ പഴം ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 4 മൈസൂർ പഴമാണ് എടുത്തിരിക്കുന്നത്. അതിതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ചൂടുവെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കട്ടിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഹോർലിക്സിൻ്റെ പാക്കറ്റിൽ നിന്നും പകുതി മാത്രം ചേർത്ത് കൊടുക്കുക. മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ ഫ്ലേവർ കൂടിപ്പോകും. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നന്നായിട്ട് തണുപ്പിച്ച പാൽ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഈ അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കാണാൻ ഒരു ഭംഗിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട് 3 തുള്ളി പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറിലുള്ള എസൻസും ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഡ്രിങ്കാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഡ്രിങ്കിനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.